هلا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. أدم الصلاة أدم الصلاة أدم الصلاة على الحبيب محمد. أعمالنا بين القبول وردها إلا الصلاة على الحبيب محمد، فقبولها حتما بغير تردد. اللهم صل وسلم وبارك عليه. يا إمام الرسل يا سندي، الله الله أنت باب الله معتمدي، فبدنياي وآخرتي يا رسول الله خذ بيدي. يا إمام الرسل يا سندي، الله الله أنت باب الله معتمدي، فبدنيا يا وآخرتي قيني من عرب ومن عجمي تل مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم. يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم. مولاي سلم دائما أبدا على حبيبك خير كلهم. എല്ലാവരും നല്ല ആവേശത്തിൽ പറയണം. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ഹ് പറയുന്ന മജ്ലിസാണ്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي
صل وسلم دائما أبدا على خير كلهم سعد سعيد زبير طلحة وأبيه عبيدة وابن عوف عاشر الكرم مولاي صل وسلم من أبدا على حبيبك خير كلهم يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم وبارك عليه. പള്ളത്തെടുക്ക യുവക്കൂട്ടായ്മ നടത്തുന്ന ഈ മഹല്ലത്തിൻ്റെ ആത്മീയമായ ഗ്രാൻഡ് മൗലീദും ഇഷ്ഖ മജ്ലിസും നടക്കുന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 1500 വർഷങ്ങൾക്കിപ്പുറം ഒരു ഉമ്മത്ത് വളരെ വേദനയോടെ ഓർക്കുന്ന, സ്നേഹവും വാത്സല്യവും പഠിപ്പിച്ചു തന്ന, ഈ ലോകത്തിന് കാരുണ്യമെന്തെന്ന് പഠിപ്പിച്ച, ഈ ലോകത്തിന് സ്നേഹമെന്തെന്ന് പഠിപ്പിച്ച ആ തിരുവസന്തത്തിൻ്റെ ഓർമ്മയിലാണ് നമ്മളെല്ലാവരും. ഇവിടെ നമുക്ക് സാരോപദേശം നൽകിയ ഈ മഹല്ലത്തിൻ്റെ ആത്മീയ നേതൃത്വം എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയായ തജുദ്ദീൻ ഫൈസി ഉസ്താദ്, അതുപോലെ നമ്മുടെ മദീനയിലേക്ക് ഒരല്പനേരം കൊണ്ടെത്തിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഉമർ ഫൈസി ഉസ്താദ്, ഹാരിസ് ഉസ്താദ് അടക്കമുള്ള ഉലമാക്കളെ, ഞാൻ അറിയുന്ന പള്ളത്തെടുക്കയിലുള്ള കമ്മിറ്റി ഭാരവാഹികൾ, പ്രത്യേകിച്ച് SKSSFൻ്റെ കർമ്മധീരരായ റഷീദ് അടക്കമുള്ള ചെറുപ്പക്കാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, കണ്ണീത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ, ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന കണ്ണീത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ കർമ്മോത്സുകരായ ദുബൈ കമ്മിറ്റി ചാപ്റ്ററിൻ്റെ ബഹുമാനപ്പെട്ട നമ്മുടെ ഷെരീഫ് പള്ളത്തെടുക്ക, അതുപോലെ ബാക്കിയുള്ള മഹൽ വ്യക്തിത്വങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ അവൻ്റെ അടുക്കൽ സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ, പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന എല്ലാ മയ്യത്തുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ ഖബർ ജീവിതം സുഖലോക സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മജ്ലിസ് സാധാരണ ഒരു മജ്ലിസല്ല. നമ്മൾ 1500 വർഷങ്ങൾക്ക് അപ്പുറം സഞ്ചരിക്കാൻ പോവുകയാണ്. നമ്മുടെ കൂടെ നമ്മുടെ മക്കളില്ല, നമ്മുടെ കൂടെ നമ്മുടെ ഭാര്യമാരില്ല, നമ്മുടെ കൂടെ നമ്മുടെ ഭർത്താക്കന്മാരില്ല, നമ്മുടെ കൂടെ ഈ നാട്ടുകാരില്ല, നമ്മൾ സ്നേഹിക്കുന്ന ആരും നമ്മുടെ കൂടെ ഇല്ല. നമ്മളെല്ലാം ഒറ്റക്ക്
ആരാരുമില്ലാതെ നമ്മുടെ ലക്ഷ്യം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ഈ മജ്ലിസ് ആ രൂപത്തിലുള്ള മജ്ലിസാണ്. ഈ മജ്ലിസിനിടയിൽ ദുന്യവിയായ ചിന്തകളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ്. ഒരല്പനിമിഷം നമ്മുടെ ശ്രദ്ധ ആ മദീനയിൽ നമ്മളെ കാതോർക്കുന്ന, ഈ ഉമ്മത്തിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തിൻ്റെ മദീനയിലേക്കാണ് നമ്മുടെ യാത്ര. ഈ യാത്രയുടെ തുടക്കം ഇങ്ങ് പള്ളത്തെടുക്കുകയാണെങ്കിലും നമ്മുടെ ഖൽബും നമ്മുടെ റൂഹുമെല്ലാം ഫീ ഹളറത്തിൽ ഖുദ്സിയ്യ, അത് മുത്തിൻ്റെ കൊട്ടാരത്തിലാണ്. മദീനയുടെ തിരുമുറ്റത്താണ് നമ്മുടെ ഖൽബകങ്ങൾ. ആ മദീനയിലേക്കാണ് നമ്മുടെ യാത്ര. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ മുത്തിൻ്റെ സവിധത്തിലണയാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആദി ഔവൽ മൈദരായി പടച്ചു വെച്ച മുഹമ്മദ, ബദറിലും ബദർ ലംഘിടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളില് മന്നവാനിൻ റസൂലുള്ളാന്റെ കാവലേക് റബ്ബനാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇരുളിൽ മൂടുന്ന ഖബറിൽ ഞങ്ങളെ അടക്കം ചെയ്യും നാളില് ഉടയവാനിൻ റസൂലുള്ളാന്റെ കാവലേക് റബ്ബനാ. അസ്സലാത്തു യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറമണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നു രത്തോരാണെൻ്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. ഇന്നിതാ ഞങ്ങൾ ഈ പാതിരാത്രിയിൽ ഹബീബിൻ്റെ മദ്ഹുകൾ ചൊല്ലുകയാണ്. ഹബീബെ, അങ്ങ് ഞങ്ങളെ സ്വീകരിക്കണം. ഞങ്ങളെ കയ്യിലൊന്നുമില്ല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന
മുസൽമാന്റെ ചങ്കില ചോരയായ കരളിൻ്റെ കഷ്ണമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ കടന്നു വരുന്നത് സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ وأوجد نوره قبل خلق العالم وسماه محمدا റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം 2000 കൊല്ലങ്ങൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഈ ലോകത്തെയും പടക്കുന്നതിന് 2000 കൊല്ലങ്ങൾക്കപ്പുറം മുത്തിന്റെ പ്രകാശം പടക്കുകയാണ്. എന്തൊരു സൗന്ദര്യമാണ്! ആ പ്രകാശത്തിൻ്റെ പൊലിമ നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുന്തു നൂറൻ ബൈന യദൈല്ലാഹി ഖബ്ല അൻ യഖ്ലുഖ ആദം അലൈഹിസ്സലാം ബിഅൽഫി ആം യുസബ്ബിഹുല്ലാഹ ദാലിക അൻ-നൂർ വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹി. അല്ലാഹു തസ്ബീഹ് ചൊല്ലുകയാണ്. അല്ലാഹുവിന് സദാസമയത്തും തസ്ബീഹ് ചൊല്ലുന്ന ഒരു പ്രകാശമായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹ്. അൻത നൂറുല്ലാഹി ഫജ്റൻ جئت بعد العسر يسرا ربنا علاك قدرا يا إمام الأنبياء يا حبيبي يا محمد يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم आपकी तशरीफ लाना वक्त भी कितना सुहाना जगमगा उठा जमाना हौरिंगा घीती तराना या हबीबी या मुहम्मद या नबी सलाम अलैकुम سلام عليكم يا حبيب سلام عليكم صلوات الله عليكم കല്ലുകൾ ചൊല്ലും സലാമ വിണ്ണിൽ മേഘങ്ങൾ കുളിർമ മണ്ണിൽ മാമങ്ങൾ കുളിർമ വിണ്ണിൽ വീഴ്ത്തുന്നും ഈ നാമ യാ ഹബീബി യാ മുഹമ്മദ് യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് കടന്നു വരികയാണ്. സന്തോഷത്തിന് നിമിഷമാണ്. ലോകമൊന്നാകം സന്തോഷത്തിൽ ആറാടുകയാണ്. ആരാണ് കടന്നു വരുന്നത്? റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തിന്റെ ജന്മം കടന്നു വരുമ്പോൾ ആ തിരുപ്പിറവിയിലൂടെ അറേബ്യ ഒന്നടങ്കം സന്തോഷിക്കുകയാണ്. എന്നെന്തില്ലാത്ത സന്തോഷം! സസ്യലതാദികൾ വളർന്ന് പന്തലിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമാണ്. വീടകങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും സന്തോഷം തളിരിട്ട് പരക്കുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം കടന്നു വരികയാണ്. മക്ക മണ്ണിൽ നൂറുദിച്ചു നൂറാകയാ ആമിന ബീവി പുഞ്ചിരിച്ചു നൂറാകയാ. മക്ക മണ്ണിൽ നൂറുദിച്ചു നൂറാകയാ. പുകളുകളാലെ പുളകിതമാലെ പൂത്തുലഞ്ഞു ഉലകമിലാകെ നൂറാകയാ നൂറാകയാ ബോലോ നൂറാകയാ 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 ബോലോ നൂറാകയാ 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 നൂറാകയാ
नूर वाला आया है, नूर लेकर आया है, नूर वाला आया है, नूर लेकर आया है। सारे आलम में ये देखो कैसा नूर छाया है। अस्सलातु वस्सलामु अलैका या रसूल अल्लाह, अस्सलातु वस्सलामु अलैका या हबीब अल्लाह, अस्सलातु वस्सलामु अलैका या रसूल अल्लाह, अस्सलातु വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ലോകത്തിന് കാരുണ്യമായി പ്രകാശമായി ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്ന പൊലിവിൻ്റെ ആ മാറ്റത്തിൻ്റെ ആ വലിയുടെ പ്രഭ പരക്കുകയാണ്. ലോകമൊന്നടങ്കം അല്ലാത്ത സന്തോഷമാണ്. അറബി ഒന്നടങ്കം സന്തോഷിക്കുകയാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. ഹബ്ബുൻ നബിയാലെ സ്വർഗത്തിൽ നിന്ന് ഹുറാനികൾ പാറി പാറി വന്ന്, ഹബ്ബുൻ നബിയാലെ സ്വർഗത്തിൽ നിന്ന് ഹുറാനികൾ പാറി പാറി വന്ന്, ഹൗദുൽ കൗസറിനാറാട്ടമെന്ന് ഹംദും ശുക്രോതി ഫിർദൗസന്ന്. അഹദായ തമ്പുരാൻ ആദ്യം പടച്ചുള്ള അംബിയ രാജ മുഹമ്മദ്, ആദം മുതൽ ഒളിവ് മുർസൽകളിൽ തണി ആമിന പെറ്റ മുഹമ്മദ്. ലോകത്ത് സന്തോഷമാണ്. ഹൂർലിംഗ് നൃത്തമാടുകയാണ്. ആകാശലോകം സന്തോഷിക്കുകയാണ്. എന്തെന്നില്ലാത്ത സന്തോഷം, ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സന്തോഷമാണ്. ഹൗദുൽ കൗസറിന് സന്തോഷമാണ്. ഹുർലിങ്ങൾക്ക് സന്തോഷമാണ്. വാനലോകത്തിലും ഗഗനലോകത്തുമെല്ലാം സന്തോഷം നൃത്തമാടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ത്വലഅൽ ബദ്ർ പാടിക്കൊണ്ട് ലോകം വരവേൽക്കുകയാണ്. ആമിന ബീവി സന്തോഷത്തിലാണ്. വലം യസൽ യൻഖുലുനി റബ്ബി മിൻ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇല്ല റഹാമി സകിയത്തി ത്വാഹിറ ഹത്താ ഖറജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയ അലാ സിഫാഹിൻ قط. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه സലാം. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽഗണം, സ്നേഹം നേടാനാ തിരുറൗളയിൽ ഒന്നു ചേരണം. സൽഗുണ നേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേകിയ വദനം കണ്ടിൻ ആശ തീർക്കണം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അബ്തഹി വൽ ഹബീബിൽ ആറബി വൽ ഹബീബിൽ ആറബി. താരകങ്ങളുദിച്ചുയർന്നാൽ തിങ്കളാണു നബി, അല്ല അതിലു മികൈന്ത ഭംഗി സയ്യിദേ നബി ഉത്തമരേ, സയ്യിദേ നബി ഉത്തമരേ. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി, സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ ആറബി വൽ ഹബീബിൽ ആറബി. ഉമ്മയും എൻ ഉപ്പയും അങ്ങാണ് തിരുനബിയെ, അങ്ങയെ പോൽ നന്മയവരിൽ
കണ്ടില്ല യാ നബിയേ കണ്ടില്ല യാ നബിയേ അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي റൗളയിലാണെൻ്റെ റൂഹ പിരിയുന്നതെങ്കിൽ റൗളയിലാണെൻ്റെ റൂഹ പിരിയുന്നതെങ്കിൽ അതിനോളം നേട്ടമുള്ളൊരു സൗഭാഗ്യമിനി എന്താ അഹദായ തമ്പുരാനെ വിധി എന്നിൽ കൂട്ടിടണേ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ الشفيع الأبطحي والحبيب العربي ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂലോകത്തെ കടന്നു വരികയാണ്. ആമിന ഉമ്മാക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തം പിതാവിൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. ആമിന ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് അബ്ദുള്ള ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. പിതാവില്ലാതെ അനാഥനായി വളരുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓമനാമു ഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിൻ്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനയോർത്ത് വേദന കോരോത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചണച്ച് ആമിനാബി പൂമകനിൽ ചുംബനമണച്ച്. അത്തലിൻ പൊന്മുത്ത് മോനെ ആറ്റുനോറ്റ് പോറ്റി, ആമിനാബി പൂമകനെ ആശയോടെ തീറ്റി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിതാവ് നഷ്ടപ്പെട്ട വേദനയോടെ ലോകത്തെ കടന്നു വരികയാണ്. പിതാവിൻ്റെ ലാളന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിട്ടിയിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, പിതാവില്ലാതെ വളർന്ന നബിയാ, പിതാവിൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. ഈ സ്നേഹമെല്ലാം നൽകിയതാരാണ്? ആമിന ഉമ്മയാണ്. പിതാവിൻ്റെ സ്നേഹം, ഒരു പിതാവിൻ്റെ സ്ഥാനത്തും ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ കുഞ്ഞുമോനെ പാട്ടുപാടി ഉറക്കുകയാണ്. കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങൂ അൽ അമീനേ, കണ്ണീരുണങ്ങാത്ത ഉമ്മാൻ്റെ താരാട്ട് കേട്ടുറങ്ങൂ അൽ അമീനേ. താരാട്ട് പാട്ടുപാടി ആമിന ബീവി റളിയല്ലാഹു അൻഹ ഉപ്പയില്ലാത്ത വേദന, ഉപ്പയില്ലാത്ത വിഷമം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നില്ല. ഉപ്പയുടെ നഷ്ടം, ഉപ്പയുടെ വേർപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചില്ല.
അങ്ങനെ അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കാൻ തുടങ്ങുകയാണ്, സംസാരിക്കാൻ തുടങ്ങുകയാണ്. 6 വയസ്സായ കാലത്ത് ഉമ്മയാകുന്ന ആമിന ഉമ്മ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് ഇവിടെ പറയുകയാണ്. അബവാഇൻ ദേശത്ത് ആമിന ബീവി അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. അബവാഇൻ ദേശത്ത് ആമിന ബീവി അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമ്മയും നഷ്ടപ്പെടുകയാണ്. ആരുമില്ലാതെ വളർന്നു വന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനം ഏറ്റെടുക്കുകയാണ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രബോധന വേദിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കഷ്ടങ്ങൾ നേരിടുകയാണ്, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ വഹി ഇറങ്ങുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹുവിൻ്റെ വഹി ഇറങ്ങുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. പിന്നെ പ്രബോധനമാണ്. ആ പ്രബോധന ദൗത്യം ഏറ്റെടുത്തതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഒന്നും കൂടി പ്രയാസഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഉമ്മയില്ലാതെ ഉപ്പയില്ലാതെ കുടുംബക്കാരിൽ നിന്നുള്ള പരിരക്ഷ കിട്ടാതെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരംഭലഹീനായി വളരെ വിഷമത്തോടെ നടന്നു നീങ്ങുകയാണ്. ആ സമയത്താണ് മക്ക മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഭൂമേനിയിലേക്ക് ഒട്ടകത്തിന് ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും ഉമ്മമാരെ, സഹോദരിമാര്, സഹോദരങ്ങളെ. ആ മുത്തിൻ്റെ കൂടെ നമ്മളുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സന്ദർഭം ഓർത്തെടുത്ത് നോക്ക്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭൂമേനിയിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിടുകയാണ്. എന്തൊരു പ്രയാസമാണ്! ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നനങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓടി വരികയാണ് വീട്ടിൽ നിന്ന്. സ്വന്തം കരങ്ങൾ കൊണ്ട് ആ ചീഞ്ഞളിഞ്ഞ കുടൽമാല തന്നെ കൊണ്ട് പൊക്കാൻ പറ്റുന്നില്ല. ഫാത്തിമ ബീവി പ്രയാസപ്പെടുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അവസ്ഥ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫാത്തിമ, ഇത് ദുനിയാവിൽ അല്ലാഹു നൽകുന്നതാണ്, ഇത് ക്ഷമിച്ചൂടെ ഫാത്തിമ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രയാസം സഹിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉമ്മയുടെ നാട്ടിലേക്ക് നീങ്ങുകയാണ്, ത്വായിഫിലേക്ക് നീങ്ങുകയാണ്. ത്വായിഫിൽ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ത്വായിഫിൽ ആളുകളെങ്കിലും തന്നെ സ്വീകരിക്കുമല്ലോ എന്നൊരു പ്രതീക്ഷയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായത്. പക്ഷേ അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുകയാണ്. ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ട് ഹറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിയുകയാണ്. ഹരിയാണ് കല്ലെറിയുന്നത്. നമ്മുടെ കരളിൻ്റെ കഷ്ണമായ ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് കല്ലേറുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടുകയാണ്. കല്ലേറ് കൊണ്ടെൻ്റെ കരളായ ഹബീബിൽ കുടൽമാല ചാർത്തി പൊൻ മലരായ റസൂലിൽ. കല്ലേറ് കൊണ്ടെൻ്റെ കരളായ റസൂലിൽ കുടൽമാല ചാർത്തി പൊൻ മലരായ ഹബീബിൽ. അല്ലാന്റെ നൂറെ സലാം, അഖിലാണ്ട ഗുരുവേ സലാം. അല്ലാന്റെ നൂറെ സലാം, അഖിലാണ്ട ഗുരുവേ സലാം. ഹരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ലേറ് കൊണ്ടോടുകയാണ്. 40 കിലോമീറ്ററോളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടുകയാ. ഒന്ന് ചിന്തിച്ചു നോക്ക്.
ഒന്ന് ചിന്തിച്ചു നോക്കും മിനിങ്ങളെ ഉമ്മമാരെ, ഓടുന്നതാരാണ്? കല്ലേറുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ കിതാബിൽ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന ചെരുപ്പ് പോലും ആ ചെരുപ്പിലേക്ക് ചോര വന്ന് ചെരുപ്പും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുപാദം മുട്ടിപ്പിടിക്കുകയാണ്. ചോര ഒലിച്ച് കടങ്കാലിൽ നിന്ന് ചോര വന്ന് ഞെരിയാണിയിൽ നിന്ന് ചോര വന്ന് ആ ചോര മുഴുവനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചതായ ചെരുപ്പിലൂടെ ഒഴുകുകയാണ്. എത്ര സഹിച്ച നബിയാണ്, എത്ര പ്രയാസങ്ങളാണ് സഹിച്ചത്. ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചത് ഉമ്മത്തിന് വേണ്ടിയാണ്. ഈ ഉമ്മത്തിന് ഓർത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലൂടെ നടന്നു നീങ്ങിയിട്ടുള്ളത്. ത്വായിഫിന്റെ മലരാളത്തിലൂടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടിയത് ഈ ഉമ്മത്തിന് വേണ്ടിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഇഖ്വാനി, അല്ലാഹുവേ എൻ്റെ സഹോദരങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ. ആയിഷ ഉമ്മ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആരാണ് നിങ്ങളുടെ ഇഖ്വാൻ? ആരാണ് ഇഖ്വാനി? എനിക്ക് ദുആ ചെയ്യാൻ നബി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, എന്നെ കേട്ടിട്ടില്ലാത്ത ഞാൻ വഫാത്തായതിന് ശേഷം കടന്നു വരുന്ന ഒരു ഉമ്മത്തുണ്ട്. അവർക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ അവരെൻ്റെ ആഘോഷിക്കുകയാണ്, എൻ്റെ മൗലിദ് പാരായണം ചെയ്യുകയാണ്, 1500 ആണ്ടുകൾ ആഘോഷിക്കുകയാണ്, മദ്ഹകൾ പാടുകയാണ്, എന്നെ പറ്റി പറയുകയാണ്. ആ ഉമ്മത്തിനെ കാണാൻ എനിക്ക് വല്ലാതെ കൊതിയാണ് ആയിഷ. എനിക്ക് ആ ഉമ്മത്തിനെ കാണാൻ വല്ലാത്ത കൊതിയാണ് ആയിഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊതിച്ചത് നമ്മളെ കാണാനാ. തെറ്റുകൾ ചെയ്യുന്ന, തെറ്റിൻ്റെ പാപങ്ങളുടെ കൂമ്പാരങ്ങളുമായി നടന്നു നീങ്ങുന്ന നമ്മളെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറഞ്ഞിരുന്നത്. ഈ ഉമ്മത്തിനെ കാണാനാണ്. ഉമ്മത്തിൽ ഒരുവൻ്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെനിക്ക് അർഹതയൊന്നുമില്ല. യാ നബി, അർഹതയൊന്നുമില്ല. ഉമ്മത്തിൽ ഒരുവൻ്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെനിക്ക് അർഹതയൊന്നുമില്ല. യാ നബി, അർഹതയൊന്നുമില്ല. എനിക്കെൻ്റെ റസൂലുള്ള മാപ്പ് നൽകുമോ? എന്നോടുമൊന്ന് അങ്ങ് പുഞ്ചിരിക്കുമോ? തപിക്കുന്ന ഹൃദയമിലെ കൊന്നു നോക്കുമോ? മരിക്കുന്ന മുന്നേ അങ്ങിലേക്ക് ചേർക്കുമോ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം സഹിച്ചത് ഉമ്മത്തിന് വേണ്ടിയാണ്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ പാപികളാണ് നബിയേ. പാപത്തിൻ്റെ ഭാണ്ഡങ്ങളുമായി ഈ മജ്ലിസിൽ ഞങ്ങൾ കടന്നിരിക്കുകയാണ്. അങ്ങയെ ഓർത്തുകൊണ്ട് കരയുകയാണ് നബിയേ. ഞങ്ങളെ കയ്യിലൊന്നുമില്ല നബിയേ, ഞങ്ങളെ സ്വീകരിക്കണം നബിയേ. സ്വല്ലല്ലാഹു അലൈക വസല്ലമ അലൈക വബാറക അലൈക യാ റസൂലല്ലാഹ്. ത്തിൻ്റെ കൂടെ അല്ലാഹു നമ്മളെ സ്വർഗത്തിലാക്കി തരട്ടെ, അല്ലാഹു സ്വർഗത്തിലാക്കി തരട്ടെ. ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ മജ്ലിസ് എന്തുകൊണ്ടും ധന്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തെടുക്കുകയാണ്. അവിടുത്തെ സ്നേഹം പറയുമ്പോൾ, അവിടുത്തെ മദ്ഹകൾ പറയുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി വരണം. മുത്തിനെക്കുറിച്ച് ഓർക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം പ്രിയവെച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അവ്വലു മൻ ആമന ബി അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ സിദ്ദീഖ് തങ്ങൾ എന്താ ചെയ്തത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനും കൊണ്ടുപോവുകയാണ്. ആർക്ക് വേണ്ടി? ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിക്ക് വേണ്ടി സമ്പാദ്യം മുഴുവനും കൊണ്ടുപോവുകയാ. ഉടനെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാമഹൻ അബൂ ഖുഹാഫ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഹിജ്റക്കൊരുങ്ങിയ സിദ്ദീഖ് തങ്ങളെ കണ്ടപ്പോ അവിടുന്ന് മക്കളോട് ചോദിക്കുന്നുണ്ട്, മക്കളെ അസ്മാ ബീവിയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹു വീട്ടിലുണ്ട്. ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉപ്പ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇല്ല ഇല്ല വല്യുപ്പ, ഞങ്ങൾക്കൊന്നും ബാക്കി വെച്ചിട്ടില്ല, എല്ലാം കൊണ്ടുപോയി ഞങ്ങളെ പിതാവ്. പക്ഷെ ഞങ്ങൾക്കൊരു പ്രയാസമില്ല, ഞങ്ങൾക്കൊരു പരിഭവമില്ല, കൊണ്ടുപോയി കൊടുത്തത് ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതിനേക്കാളും സന്തോഷം വേറെയുണ്ടോ? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ മദീനയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദഖയുടെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു വീണ്ടും സമ്പാദ്യം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എല്ലാം കൊടുത്തു. ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കാൻ വേണ്ടി പല പ്രാവശ്യവും ഞാൻ പരിശ്രമിച്ചു, പക്ഷേ നടന്നില്ല. പല പ്രാവശ്യവും സിദ്ദീഖ് തങ്ങളെ മറികടക്കാൻ, സദഖയുടെ വിഷയത്തിൽ മറികടക്കാൻ ഒരുപാട് ശ്രമിച്ച, പക്ഷേ ഞാൻ തോറ്റുപോയി. സിദ്ദീഖ് തങ്ങളെപ്പോലെ സദഖ ചെയ്യാൻ എന്നെ കൊണ്ടാകില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവസാനം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം കൊടുക്കുകയാണ്. എന്താണ് വീട്ടിൽ ബാക്കിയുള്ള ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? ഹബ്ബുല്ലാഹി വ റസൂലി, അല്ലാഹുവിനുള്ള സ്നേഹമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹമാണ്. അവസാനം സിദ്ദീഖ് തങ്ങൾ താൻ ഉടുത്തിരുന്ന തുണി പോലും സദഖ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉടുത്തിരുന്ന തുണി പോലും സിദ്ദീഖ് തങ്ങൾ സദഖ ചെയ്തു. ഔറത്ത് മറക്കാൻ തുണിയില്ല, സിദ്ദീഖ് തങ്ങൾക്ക് തുണിയില്ല. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് തങ്ങളെ പള്ളിയിൽ കാണാനില്ല, ജമാഅത്തിന് വരുന്നില്ല. സിദ്ദീഖ് തങ്ങളെ കാണാതായപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ പറഞ്ഞു വിടുകയാണ്, എൻ്റെ മെഹബൂബിന് എന്ത് പറ്റി? എന്നെ സ്നേഹിക്കുന്ന, ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ സിദ്ദീഖിന് എന്ത് പറ്റി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ പറഞ്ഞു വിടുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്വഹാബികൾ വളരെ നിരാശയോടെ തിരിച്ചു വരുന്നു. യാ റസൂലല്ലാഹ്, സിദ്ദീഖ് തങ്ങൾക്ക് വസ്ത്രമില്ല നബിയേ, സിദ്ദീഖ് തങ്ങൾ വിവസ്ത്രനാണ് നബിയേ, പള്ളിയിലേക്ക് വരാൻ പറ്റില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകളായ ഫാത്തിമത്ത് സഹ്റാ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് തൻ്റെ കൂടെയുള്ള സ്വഹാബികളെ പറഞ്ഞേക്കുകയാണ്. ആരുടെ വീട്ടിലും വസ്ത്രമില്ല, എല്ലാവരും ധരിച്ച വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ല. അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് തങ്ങൾക്ക് വസ്ത്രമില്ലെന്നറിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടത്തിലായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ബോധം പോവുകയാണ്. ഫാത്തിമ ബീവി മോഹാലസ്യപ്പെടുകയാണ്, ബോധം കെട്ട് വീടുന്നു. അല്പം കഴിഞ്ഞ് ഉണർന്നപ്പോ അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ സിദ്ദീഖിന് എന്ത് പറ്റി? എൻ്റെ ഉപ്പയുടെ കൂട്ടുകാരനായ സിദ്ദീഖിന് എന്ത് പറ്റി? സിദ്ദീഖിന് എന്ത് പറ്റി? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പിതാവ് കല്യാണത്തലേന്ന് പുതുനാരിക്ക് കൊടുക്കുന്നതായ നല്ല സൗന്ദര്യമുള്ള ഒരു പുതപ്പുണ്ടായിരുന്ന, പച്ച നിറത്തിലുള്ള പുതപ്പ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൈലാഞ്ചിയുടെ അന്ന് കൊടുത്ത ഒരു പുതപ്പായിരുന്നു. നമ്മളൊക്കെ ആർഭാടത്തിന്റെ കല്യാണം കഴിക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് അന്ന് മംഗല്യപ്പട്ടില്ല, മംഗല്യ ലിബാസില്ല, മൈലാഞ്ചിയില്ല, ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ കല്യാണത്തിന് മൈലാഞ്ചിയില്ല, ബ്രൈറ്റുബിയില്ല,
ഗ്രൂം ടു ബി ഇല്ല, ഒന്നുമില്ല. വളരെ സരളമായ ലളിതമായ ജീവിതമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. സ്വർഗത്തിലെ നാരിമാരുടെ നേതാവാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്തുകൊണ്ട് സ്വർഗം നേടി? ഉമ്മമാരെ ആലോചിക്കണം, പഠിക്കണം, ചരിത്രം പഠിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പിതാവ് സമ്മാനിച്ച ആ പച്ചപ്പുതപ്പ് തുറന്നു നോക്കുമ്പോൾ അല്പഭാഗം കീറിയിട്ടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ പച്ചപ്പുതപ്പെടുത്ത് അത് തുന്നുകയാണ്. സ്വന്തം കൈകൊണ്ട് ആ ചെറിയ ആ തുണി തുന്നുകയാണ്. മഹദിയായ ഫാത്തിമത്ത സഹറ റളിയല്ലാഹു അൻഹ കീറിയ പുതപ്പാണ്. ആ കീറിയ പുതപ്പിനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാർന്ന കൈകളോടുകൂടി തുന്നിച്ചേർക്കുകയാണ്. ശേഷം പറഞ്ഞു, ഇത് കൊണ്ടുപോയി കൊടുക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സേവകൻ കൊണ്ടുപോയി കൊടുക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പുതപ്പ് വരുമ്പോൾ വല്ലാത്ത സുഗന്ധമാണ്. ആ പുതപ്പിൽ നിന്ന് വരുന്ന സുഗന്ധം എന്തൊരു സുഗന്ധമാണ്! ആരുടെ സുഗന്ധമാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഗന്ധമാണ്. മുത്തിന്റെ സുഗന്ധം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വർഗമാണ് ഖൈറെന്നറിയാം, എങ്കിലും എനിക്കിഷ്ടം മദീനയാണേ. ജന്നത്താണ് സുറൂറെന്നറിയാം, എങ്കിലും എൻ്റെ മോഹം റൗളയാണേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയ്ക്ക് എന്തൊരു സൗന്ദര്യമാണ്! ആ മുത്തിൻ്റെ സുഗന്ധമതാ. ആ സുഗന്ധം അടിച്ചു വീശുമ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, എൻ്റെ ഹബീബിൻ്റെ സുഗന്ധമാണ്. കാരണം എന്തേ? ആ പുതപ്പ് സമ്മാനിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബിയാണ് സമ്മാനിച്ചിട്ടുള്ളത് തൻ്റെ മകൾക്ക് വേണ്ടി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനിച്ച പുതപ്പാണ്. മിസ്കിനെക്കാളും സുഗന്ധമാണ്. മിസ്കിനെക്കാളും സുഗന്ധമുള്ള ആ പുതപ്പ് കടന്നു വരുമ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് സന്തോഷമായി. എൻ്റെ ഹബീബിൻ്റെ സുഗന്ധമാണ്. ആ വസ്ത്രം വാങ്ങി മഹാനായ സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു ആ കീറിയ തുണി ഉടുക്കുകയാണ്. ആ കീറിയ തുന്നിച്ചേർത്തെടുത്ത ആ ചെറിയ തുണി എടുത്തുകൊണ്ട് മഹാനായ സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് നീങ്ങുകയാണ്. ആരുടെ സവിധത്തിലേക്കാണ്? യാ റസൂലല്ലാഹി ഉൻദുർ ഹാലനാ യാ ഹബീബല്ലാഹി കുൻ മഹബൂബനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്കാണ് സിദ്ദീഖ് തങ്ങൾ കടന്നു വരുന്നത്. കീറിയ മുണ്ടെടുത്തിട്ടാണ്, തുന്നിച്ചേർത്ത മുണ്ടെടുത്തിട്ടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. വല്ലാത്ത ബേജാറിന്റെ നിമിഷമാണ്, വല്ലാത്ത ബേജാറാണ്. സഹാബികളെല്ലാം കണ്ണ് താഴോട്ട് താഴ്ത്തിയിരിക്കുകയാണ്. കടന്നു വരുന്നത് ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്ക്, ആരാണ് കടന്നു വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. തൻ്റെ കൂടെ പരിവാരങ്ങളില്ല, ഒറ്റക്കാണ് സിദ്ദീഖ് തങ്ങൾ കടന്നു വരുന്നത്. ഈ സമയത്ത് നസല മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വേഷം കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. സിദ്ദീഖ് തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, മാലക യാ ജിബ്രീൽ, ജിബ്രീലേ നിനക്കെന്ത് പറ്റി ജിബ്രീലേ? സാധാരണ ധരിക്കുന്ന വസ്ത്രമല്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അന്ന് തലക്കെട്ടില്ല, അന്ന് ഖമീസില്ല,
സിദ്ദീഖ് തങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് തലേക്കെട്ട് ധരിച്ചിട്ടില്ല. സാധാരണ തലേക്കെട്ട് ധരിക്കുന്ന ആളാണ് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അന്ന് തലേക്കെട്ട് ധരിച്ചിട്ടില്ല, ഖമീസ് ധരിച്ചിട്ടില്ല, വെറും തുണി മാത്രമാണ്, ഒരു കീറിയ തുണിയാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഈ പണി എടുക്കുന്നത് ഞാൻ മാത്രമല്ല, ആകാശലോകത്തുള്ള ഹൂർലിങ്ങളും അതേപോലെ മറ്റുള്ള മാലാഖമാരെല്ലാം ഇതേ വസ്ത്രത്തിലാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ മാത്രമല്ല, ആകാശലോകത്തുള്ള ഹൂർലിങ്ങളും മലാഖമാരെല്ലാം ഇന്നവർ തലപ്പാവ് ധരിച്ചിട്ടില്ല. ഹൂർലിങ്ങൾക്ക് വസ്ത്രമില്ല, എല്ലാവരും ഒരു തുണി മാത്രമാണ് ഉടുത്തിട്ടുള്ളത്. ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ഹുബ്ബൻ ലിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരു മഹാപുരുഷന് വേണ്ടി ആകാശലോകം ഒന്നടങ്കം തലകുടിക്കുകയാണ്. എല്ലാവരും തോറ്റുപോയി. ആ സ്നേഹത്തിന് മുമ്പിൽ ലോകമെന്നല്ല, മലക്കുകൾ പോലും വാനലോകത്തുള്ള മലാഖമാരും ഹൂർലിങ്ങളെല്ലാം തോറ്റുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലുണ്ടായ ആ സ്നേഹം ആരാണ് സ്നേഹം പ്രകടിപ്പിച്ചത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾ കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് അവിടുന്ന് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിരിഞ്ഞു പോവുകയാണ്. ശേഷം കടന്നു വരുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. സിദ്ദീഖ് തങ്ങൾ കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് സിദ്ദീഖേ നീ പണി കാണിച്ചത്? എന്തിനാ നീ ഇങ്ങനെ കാണിച്ചത്? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫിദാക അബി വ ഉമ്മി വ റൂഹി വ ജസദി യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങേക്കല്ലാതെ ഞാൻ എന്ത് തരാനാണ്? അങ്ങേക്കല്ലെല്ലാം നൽകേണ്ടത് അല്ലേ? അങ്ങോടല്ലേ ഞാൻ സ്നേഹം കാണിക്കേണ്ടത്? അതുകൊണ്ട് നബിയെ, എല്ലാം അങ്ങേക്ക് ഞാൻ നൽകുകയാണ്. അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുല്ലാവേ, കരയുന്ന കൽബാലെ ഒരു സ്നേഹി പാടുന്നു കേൾക്കേണേ യാ റസൂലേ, കേൾക്കേണേ യാ റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സവിധത്തിലേക്ക് സിദ്ദീഖ് തങ്ങൾ കടന്നു വരുമ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. ആ സിദ്ദീഖ് തങ്ങളെ ഭാഗ്യം ഒന്ന് നോക്ക്. നമുക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പാകെ മഹാനായ സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു ആ സ്നേഹത്തിന്റെ മകുടോദാഹരണം കാണിച്ചു തരികയാണ്. എന്തൊരു സ്നേഹമാ! എല്ലാം കൊടുത്തില്ലേ? നമ്മളോട് ചോദിച്ചാൽ നമ്മൾ കൊടുക്കോ? ഈ മജ്ലിസിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ പള്ളത്തടുക്കയിലെ യുവകൂട്ടായ്മ നടത്തുന്ന ഈ ഗ്രാൻഡ് മൗലിദ് മജ്ലിസിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നുകൊണ്ട് നിങ്ങളോട് ചോദിച്ചാൽ ആരൊക്കെ കൊടുക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറയുന്നു, ശരിയാ അല്ലേ? നമ്മൾ സ്നേഹമുണ്ടെന്ന് പറയുന്നു. പക്ഷേ സിദ്ദീഖ് തങ്ങൾ സ്നേഹം നോക്ക്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം മക്കളെക്കാളും സ്വന്തം ഭാര്യയെക്കാളും എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങളൊരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ലെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനൂറ് കാണാത്ത കണ്ണെന്തിനാ, ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ, തിരുനൂറ് കാണാത്ത കണ്ണെന്തിനാ,
ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുപാദമേറ്റ മൺതരിയാവാൻ തിരുപാദമേറ്റ മൺതരിയാവാൻ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ ഹതഭാഗ്യനാ കാണാൻ കൊതിയേറെ അശയേറുന്നുണ്ടേറെ കാണാൻ കൊതിയേറെ അശയേറുന്നുണ്ടേറെ ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇഷ്കും നമ്മുടെ ഇഷ്ടവുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകണം. നമുക്ക് ആ സ്നേഹമുണ്ടോ? മദീനെന്ന് കേൾക്കുമ്പോൾ, മദീനയുടെ പേര് കേൾക്കുമ്പോൾ മദീനത്തെ മണ്ണിനെന്തൊരഴക്, മദീനത്തെ കാറ്റിനെന്തൊരഴക്, മഹമൂദിൻ മേപ്പെട്ട ഷഹീദായ വലിയ മഹാദേഹമാണ് ബഹുമാനപ്പെട്ട ഹൻളല റളിയല്ലാഹു അൻഹു. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പുറപ്പെടുകയാണ്. ഫിലിപ്പിൽ നിന്ന് എണീറ്റ് ഹൻളല റളിയല്ലാഹു അൻഹു വശഹ്റ മുഹബ്ബത്ത് ജഹാ മുസ്തഫാ ഹേ वही घर बनाने को जी चाहता है, वो सोने से खाकर वो चांदी से मिट्टी वही घर बनाने को जी चाहता है. जिहादे मोहब्बत की आवाज गूंजी कहा हल्ला ने ए दुल्हन से अपनी इजाजत अगर दो तो जामे शहादत लबों से लगाने को दिल चाहता है. ഹൻളല റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയതമോട് പറയുകയാണ്, ഞാൻ പുറപ്പെടുകയാണ്, ഞാൻ പുറപ്പെടുകയാണ്. എന്നെ വിളിക്കുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തിന്റെ വിളിയാളം ഞാൻ കേട്ടുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. പെണ്ണേ, നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഭാര്യയുടെ സമ്മതം പോലും ചോദിക്കാതെ, സമ്മതത്തിന് മറുപടി പറയാതെ മഹാനായ ഹൻളല റളിയല്ലാഹു അൻഹു ഓടുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. ഹൻളല റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദായതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹൻളല വഫാത്താകുന്നത്, ഹൻളല ഷഹീദാകുന്നത് ജനാബത്തുകാരനായിട്ടാണ്. ഭാര്യയുമായി ക്ഷയിച്ചു കൊണ്ടിരിക്കെ, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ വിളിയാളും കേൾക്കുന്നത് ഫസ്റ്റ് നൈറ്റാണ്, അർദ്ധരാത്രിയാണ്. ഹൻളല റളിയല്ലാഹു അൻഹു വിട പറയുമ്പോൾ ജനാബത്തുകാരനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എൻ്റെ ഹൻളലയെ കുളിപ്പിക്കാൻ വേണ്ടി ആകാശലോകത്ത് നിന്ന് മാലാഖമാർ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സാധാരണ ഒരു മനുഷ്യൻ്റെ ഭൗതിക ശരീരം കുളിപ്പിക്കാൻ വേണ്ടി ആകാശത്തുനിന്ന് മാലാഖമാർ കടന്നു വരികയാ. സുബ്ഹാനല്ലാഹ്. ആകാശലോകത്ത് നിന്ന് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അകമ്പടിയോടെ മാലാഖമാർ വന്ന് എൻ്റെ ഹൻളലയെ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള കനിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു വസല്ലം. തങ്ങൾ ശഫാഅത്തല്ലാതെ
ഞങ്ങളിലില്ല ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്തു ദിത്ത റസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു വസല്ലം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിൻ്റെ കരസ്പർശം, കരുതലസ്പർശം നമ്മളിലേക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഈ മജ്ലിസ് അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഹല്ലല റളിയല്ലാഹു അൻഹുവിനെ മാലാക്കമാർ വന്ന് കുളിപ്പിക്കുകയാണ്. എന്തൊരു സ്നേഹമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച സ്നേഹം നോക്ക്. ആ ഒരു ഇഷ്ക കൊണ്ട് ഹല്ലല റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക ശരീരം മാലാക്കമാർ കുളിപ്പിക്കുകയാണ്. വല്ലാത്ത സന്തോഷത്തിന്റെ നിമിഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ടവരായിരുന്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെടുന്ന ആ ഒരു രംഗം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഒരു ചഷകമുണ്ട്. ചോരയിൽ കുതിർന്ന ഒരു ചഷകം, ഒരു പാത്രത്തിൽ നിറയെ ചോരയാണ്. ആ ചോര കണ്ടപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്താണ് ഈ രക്തം? എനിക്ക് മനസ്സിലായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതെന്റെ പേരക്കുട്ടി ഹുസൈനിന്റെ രക്തമാണ്. എൻ്റെ സമുദായം എൻ്റെ പേരക്കുട്ടിയോട് കാണിച്ച ആ ക്രൂരതക്ക് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വധിക്കുകയാണ്. കർബല ചരിത്രമൊക്കെ വേദനിപ്പിക്കുന്ന ചരിത്രമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ആ കർബല യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോരയുടെ പാത്രം കൊണ്ട് നടക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നു അബ്ബാസ് തങ്ങളെ, ഈ ചോര ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പേരക്കുട്ടി ഹുസൈനിന്റെ രക്തമാണ് ഇതിലുള്ളത്. വനന്നേസ അസ്ഗർ വചോട്ടാ സ അസ്ഗർ കഹാ ഹർ ഗിനാനെ को दिल चाहता है, ये बाबा मैं पानी प्यास नहीं हूँ, मेरा सर कटाने को दिल चाहता है. वो शहर मोहब्बत, वो शहर मोहब्बत जहाँ मुस्तफ़ा है, वही घर बनाने को दिल चाहता है. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നന്നാസ് അസ്ഗർ, ഏറ്റവും ചെറിയവനായ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് മഹാനായ അല്ലാമ ഇഖ്ബാൽ ആ പാട്ടിലൂടെ പ്രതിപാദിക്കുന്നത്. അല്ലാമ ഇഖ്ബാൽ പാടുകയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ചോരപാത്രവുമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു നീങ്ങുന്നത് ഈ ഉമ്മത്തിനെ കുറിച്ച് വിവലാതെ പറയാനാണ്. എന്തൊക്കെ പ്രയാസങ്ങളാണ്, എന്തൊക്കെ പ്രയാസങ്ങളാണ് ആ മുത്ത് സഹിച്ചിട്ടുള്ളത്. തൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാരുമില്ലാതെ ഈ ഭൂലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ വഫാത്തായി പോകുന്ന സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാന്ത്വനമായി ഉണ്ടായിരുന്നത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയായിരുന്നു. ആ പേരക്കുട്ടികളിലൂടെ തന്റെ ചരിതം ലോകം വാഴ്ത്തിപ്പാടണമെന്ന കൊതിച്ച നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നടന്നില്ല. മുത്തിന് വല്ലാതെ വിഷമമായി.
ആ പ്രയാസഘട്ടത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു നീങ്ങുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാളിച്ച് വളർത്തിയ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ സതിയിലൂടെ വധിക്കപ്പെടുമ്പോൾ ആ മുത്തിന് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. ആ മുത്ത് പരാതി പറഞ്ഞു. അല്ലാഹുവിന്റെ കോടതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ കുറിച്ച് പരാതി പറയുമെന്നാണ്. ഉമ്മത്ത് കാണിച്ച യസീദിനെ കൊലയിച്ച നിഷ്ഠൂരമായ പ്രവൃത്തിക്ക് ഞാൻ പ്രതികാരം റബ്ബിനോട് ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ ദാഹിച്ച് വലഞ്ഞ് ദാഹിക്കുന്ന സമയത്ത് കൂഫയിൽ വെച്ച് ദാഹിച്ച് വെള്ളത്തിന് വേണ്ടി ചോദിക്കുമ്പോ അവരെന്താ ചെയ്തത്? ചെറിയ കുഞ്ഞിന്റെ കഴുത്തിലേക്ക് അമ്പറിയുകയാ. തുളച്ച് കറിയില്ലേ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ മകന്റെ അസ്ഗറിന്റെ തൊണ്ടക്കൊടിയിലേക്ക് അമ്പ് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ചെറിയ പൈതല. നമ്മളൊക്കെ ഫലസ്തീനിലെയും ഗസയിലെയും ചെറിയ പിഞ്ചു പൈതങ്ങളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ കൽബ് പൊട്ടിപ്പോകുന്നുണ്ട്. ബോംബിടുമ്പോ ചെറിയ ശരീരങ്ങൾ ആകാശത്തേക്ക് പറക്കുകയാണ്. ചെറിയ ചെറിയ ശരീരങ്ങൾ, ചെറിയ കുട്ടികളുടെ മൃതദേഹങ്ങൾ ആകാശത്തേക്ക് പറക്കുന്ന ചിത്രങ്ങൾ, വീഡിയോകൾ നമ്മൾ കണ്ടവരാണ്. എന്തൊരവസ്ഥയാണ്! അല്ലാഹുവേ, ഗസയിലുള്ള മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ, നീ സമാധാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവിടുത്തെ കബാലികരായിട്ടുള്ള ഇസ്രായേലിയർക്ക് റബ്ബേ നീ പാഠം പഠിപ്പിക്കണേ റബ്ബേ, നീ പാഠം പഠിപ്പിക്കണേ റഹ്മാനെ. നമ്മൾ ദുആ ചെയ്യുകയാണ്. ഈ മജ്ലിസ് അവരോർക്കാതെ പോകരുത്, അവർ നമ്മൾ ഓർക്കണം. ഒരു വേള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല പോലെ ഒന്ന് മദ്ഹ് പാടാൻ, ഒരു മൗലീദ് നടത്താൻ ആ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ പന്തലും കെട്ടി നല്ല മൈക്ക് സെറ്റും വെച്ച് നല്ല പോലെ വർണ്ണശോഭമയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മനോഹരമായ അലങ്കാരങ്ങൾ നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാൻ കഴിയാതെ മൺമറഞ്ഞു പോകുന്ന, മരിച്ചു പോകുന്ന എത്രയോ പിഞ്ചു പൈതങ്ങൾ ആ ഗസയുടെ മണ്ണിലുണ്ട്. 65,000-ഓളം ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അല്ലാഹുവേ, അവർക്ക് നീ റബ്ബേ എത്രയും പെട്ടെന്ന് ഫതഹ് നൽകണേ അല്ലാ, നീ ഫതഹ് നൽകണേ റഹ്മാനെ, നീ ഫതഹ് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഈ അലങ്കാരങ്ങളൊക്കെ, ഈ വർണ്ണശോഭിമ, നമ്മൾ കാണുന്നതായ ഈ ലൈറ്റും ബൾബും ഈ കാണുന്ന സൗണ്ട്സ് എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ഓ ജിസ്കെ ലിയേ മഹഫിലെ കോനേൻ സജി ഹേ, ഓ ജിസ്കെ ലിയേ മഹഫിലെ കോനേൻ സജി ഹേ, वो हाशिमी, वो हाशिमी मक्की मदनी युल्ला रबी है, वो मेरा नबी मेरा नबी मेरा नबी 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 है. ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ഈ ലോകം തന്നെ അല്ലാഹു പഠിച്ചിട്ടുള്ളത്. ഈ അലങ്കാരങ്ങളെല്ലാം നമ്മൾ കൊണ്ടാടുന്ന ഈ സന്തോഷത്തിന്റെ സുദിനം, ഈ രാത്രിയെല്ലാം നമ്മൾ ഹയാത്താക്കുന്നത് അത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ മുത്തിന്റെ പേര് മറ്റൊരു നബിമാർക്കും അല്ലാഹു നൽകിയിട്ടില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, തവിട്ട് നിറത്തിലുള്ള മനുഷ്യനെന്നർത്ഥം വരുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു മുഹമ്മദ് എന്ന പേര് നൽകിയിട്ടില്ല. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, വെള്ളത്തിൽ നിന്ന് പെറുക്കിയെടുത്തവൻ എന്നർത്ഥം വരുന്ന മൂസാ അലൈഹിസ്സലാം, മൂസാ നബിക്കും അല്ലാഹു മുഹമ്മദ് എന്ന പേര് കൊടുത്തിട്ടില്ല. മഹാന്മാരായ ഒരു പ്രവാചകന്മാർക്കും നൽകാത്ത ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ പേരിട്ടത്? അത് ലോകം ഉടനീളം കാലാകാലങ്ങളോളം വാഴ്ത്തിപ്പാടാനാണ്. ഏഴാകാശ കൊട്ടാരങ്ങളിൽ അന്തപുരത്തിനലങ്കാരം,
അവിടമിലൊഴുകും അൻഹാറുകളുടെ അഴകടലായി മീമടയാളം. സിദ്റാമുൻതഹ ഷജറത്തിന്റെ ഇലയിൽ കൊത്തിയ ശുഭനാമം. പറുദീസകളിലെ തൂബ ചെടിയുടെ നറുമണമാണീ പൊന്നാമം. ലൗഹിൻ ഖലമിൽ കമലദളം, ഹൗദിൻ കൂബിലെ ചിത്രലയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം ഏഴാകാശങ്ങളിലും അള്ളാഹു കുത്തിവെക്കപ്പെട്ട നാമമാണ്. ഹൂർലിങ്ങളുടെ മാരിടങ്ങളിലും അവരുടെ നെറ്റിത്തടങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമാണ്. അത്രമേൽ അള്ളാഹു അത്തി പറഞ്ഞ സമ്മൈതുഹു മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തിനെ പോലെ വാഴ്ത്തിപ്പാടുന്ന മറ്റാരുണ്ട് ഈ ലോകത്ത്? ആരാരുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്ത് നമ്മൾ വാഴ്ത്തിപ്പാടണം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി والفريقين من عرب ومن عجم. مولاي صل وسلم دائما أبدا على حبيب خير الخلق كلهم. سحر کا وقت ہے معصوم کلیاں مسکراتی ہے. ہوائے خیر مقدم کے ترانے گنگناتی ہے. ابھی جبریل اترے بینت کعبے کے منبر سے کہ اتنے میں صدا آئے عبداللہ کا گھر سے. مولایا صلی وسلم دائما ابدا علی حبیب خير الخلق كلهم. മുത്തതാഹ മുസമ്മിൽ നിലാവേ നിത്യസ്വർഗീയ പരിമാണമുല്ലേ. മുത്തതാഹ മുസമ്മിൽ നിലാവേ നിത്യസ്വർഗീയ പരിമാണമുല്ലേ. സത്യസൗഭാഗ്യ കൈ തന്നുമല്ലേ. രക്ഷ തന്നാലും മരതകക്കല്ലേ. സത്യസൗഭാഗ്യ കൈ തന്നുമല്ലേ. രക്ഷ തന്നാലും മരതകക്കല്ലേ. അരികെ വന്നാലും പൂരണ പൂവേ അഖില വിജയത്തിൻ കാരണമല്ലേ. ഭർദ ജോലി മേരിയാ മുഹമ്മദ് लौट कर मैं न जाऊंगा खाली. भर्द जोली मेरी या मोहम्मद लौट कर मैं न जाऊंगा खाली. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ആ മുത്തിനോട് നമ്മൾ പ്രയാസങ്ങൾ പറഞ്ഞ് ഭർദ ജോലി മേരി യാ മുഹമ്മദ് ലോട്ട് കർ मैं न जाऊंगा खाली. നബിയേ, ഞങ്ങൾ തെറ്റിൻ്റെ പാപഭാരങ്ങളുടെ ഭാണ്ഡങ്ങളുമായി അങ്ങയുടെ സവിധത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നബിയേ. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിലേക്ക് കരുണയുടെ നോട്ടം നോക്കണം നബിയേ. അങ്ങയുടെ കാരുണ്യത്തിന് നോട്ടം നോക്കണം നബിയേ. ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ, ഈ മജ്ലിസിൽ നിന്ന് വിട്ട് പിരിഞ്ഞു പോകുമ്പോൾ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് സംശുദ്ധരായ ഞങ്ങളെ മാറ്റണേ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ്
സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള കനിയേ തങ്ങൾ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഹബീബേ യാ നബി സലാം കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. മന്ദാരക്കാറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ നിന്ന് വരുന്ന ആ മന്ദമാരുതൻ എന്തൊരു കുളിരാണ്. മദീനത്തെ കാറ്റിനെന്തൊരഴക്, മഹമൂദിൻ മേനി തൊട്ട കുളിര്. ആ മദീനത്തെ മണ്ണിന് വല്ലാത്ത സുഗന്ധമാണ്. ആ മദീനത്തെ കാറ്റിൻ്റെ തലോടലേൽക്കേണ്ട സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാറ്റിൻ്റെ ബർക്കത്ത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. പാപമംഗലമായ ഹറാം കണ്ട കണ്ണിൽ നൂറിൻ തെളിമ കാണുമോ? ഹറാം കണ്ട കണ്ണിൽ നൂറിൻ തെളിമ കാണുമോ? ഹറാം കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ കാണാൻ ഈ കണ്ണിന് എന്ത് അധികാരമാണുള്ളത്? അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. ഈ കണ്ണ് കഴുകി ശുദ്ധിയാക്കണം. ആദില നൂറിയുടെ കാലഘട്ടമാണ്. പരസ്പരം സ്നേഹിക്കുന്ന ലെസ്ബിയൻ കപ്പിൾസിന്റെ കാലഘട്ടമാണ് അല്ലേ? ബിഗ് ബോസ് പോലെയുള്ള വലിയ വലിയ സീരിയലുകളിലേക്ക് നമ്മുടെ മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ. റീൽസിലൂടെ ആദില നൂറിയെ പ്രേമിക്കുന്ന ആളുകൾ, ആദില നൂറ് ഫാൻസാണ് നമ്മുടെ കൂട്ടത്തിൽ. അള്ളാഹു കാക്കട്ടെ. ഏതോ ഒരു ഡച്ച് റിയാലിറ്റി ഷോയിൽ നിന്ന് കടമെടുത്തതായ ഒരു റിയാലിറ്റി ഷോയുടെ പിന്നാലെ നമ്മുടെ സമൂഹം അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. കൾച്ചർലെസ് ആയിട്ടുള്ള അതപ്പതിച്ച ഏറ്റവും വലിയ വൈകൃതങ്ങളുടെ പിന്നാലെ നമ്മുടെ മക്കൾ പോവുകയാണ്. അള്ളാഹു കാക്കട്ടെ. ഈ സമയത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങൾ നമ്മൾ പഠിക്കണം. പുഞ്ചിരിയിലെ ധർമ്മം ചൊല്ലി ലോകത്തിനേതാവ്, നന്മകൾക്ക് പ്രകാശമേകി നൂറ്റാണ്ടിൻ ജേതാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധർമ്മമെന്തെന്ന് പഠിപ്പിക്കുകയാണ്. പുഞ്ചിരിയിലൂടെ സ്വതക്കയുടെ മഹാത്മ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് പഠിപ്പിച്ചു തരികയാണ്. ആ പാഠങ്ങൾ പറന്നു പോവുകയാണ്. തിരുസുന്നത്ത് നമ്മുടെ ജീവിതത്തിലില്ല. സുന്നത്ത് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്നെന്ന് മാത്രം. അല്ലേ? നമ്മുടെ അവസ്ഥ ഏതാണ്? ഈമാനില്ല. മുത്തുനബിയെ കുറിച്ച് പറയുമ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവദാനങ്ങൾ പറയുമ്പോൾ, അവിടെ തമഴ്ത്തി പറയുമ്പോൾ, ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പാടാൻ, ആ മുത്തിനെ പറയാൻ നമുക്ക് നേരമില്ല. യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ. അങ്ങയെ കാണാത്ത കണ്ണെന്തിനാ, അങ്ങയെ കേൾക്കാത്ത കാതെന്തിനാ, അങ്ങയെ ചൊല്ലാത്ത നാവെന്തിനാ, അങ്ങയെ മൊഴിയാത്ത ചുണ്ടെന്തിനാ. യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ. അങ്ങേ വിരിയാത്ത
കൽബന്തിന അങ്ങ് നിറയാത്ത റൂഹന്തിന അങ്ങൊളിവില്ലാത്ത നൂറന്തിന അങ്ങിലലയാത്ത സുഖമന്തിന യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ യാ റസൂലല്ലാഹി ഉൻദുർ ഹാലനാ യാ ഹബീബല്ലാഹി കുൻ മഹബൂബനാ യാ റസൂലല്ലാഹി ഉൻദുർ ഹാലനാ യാ ഹബീബല്ലാഹി കുൻ മഹബൂബനാ നാളുമണ്ണി കാത്തിരുന്നു യാ റസൂൽ രാത്രി മുല്ലകളാശ തീർക്കും യാ ഹുസൂർ യാ റസൂലല്ലാഹി ഉൻദുർ ഹാലനാ യാ ഹബീബല്ലാഹി കുൻ മഹബൂബനാ ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് وهل القبة الخضراء القبة سيد الكونين أفضل قرة العينين ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് മുത്തിലും മുത്തായ മുത്ത് നബി തങ്ങളെ മുത്തിലും മുത്തായ മുത്ത് നബി തങ്ങളെ ിലും മുത്തായ മുത്ത് നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുക ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് آمين يا ربنا رب العالمين آمين يا ربنا رب العالمين آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتنا ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് മദീന റൗള മുനവ്വറയിൽ അന്തി മയങ്ങും ത്വാഹ റസൂലേ സലാം അവിടം വന്ന് തിരുമുമ്പീന്ന് ഒന്ന് സലാമോദാനും കൊതിയുണ്ടെന്നിൽ മദീന റൗള മുനവ്വറയിൽ അന്തി മയങ്ങും ത്വാഹ റസൂലേ സലാം അവിടം വന്ന് തിരുമുമ്പീന്ന് ഒന്ന് സലാമോദാനും കൊതിയുണ്ടെന്നിൽ റഹീമായോനേ കരീമായോനേ
റഹീമായോനേ കരീമായോനേ എൻ്റെ കൊതി വീട്ടിത്താ ഖദീറായോനേ മരണം വന്നണയും മുന്നേ എന്നെ മദീനത്തേക്കായി വിളിച്ചിടണേ മദീന റൗള മുനവ്വറയിൽ അന്തി മയങ്ങും ത്വാഹ റസൂലേ സലാം ഹജറുൽ അസ്വദ് ചുംബിക്കാന് ഹജറുൽ അസ്വദ് ചുംബിക്കാന് കഅബം തവാഫ് ചെയ്യാൻ വിധി കൂട്ടല്ലാഹ് സഫ മർവ മലകൾക്കിടയിൽ ചേർന്ന് നടന്നിടാനും സഹായിക്കല്ലാഹ് മദീന റൗള മുനവ്വറയിൽ അന്തി മയങ്ങും ത്വാഹ റസൂലേ സലാം മലക്ക് അസ്റായീൽ വന്നിട്ടെൻ്റെ മലക്ക് അസ്റായീൽ വന്നിട്ടെൻ്റെ റൂഹ് പിടിക്കും മുന്നേ റൗള കാട്ടിടണേ ഖൽബകമിൽ കൊതിയേറെയായി എന്നെ മദീനത്തേക്കായി വിളിച്ചിടണേ മദീന റൗള മുനവ്വറയിൽ അന്തി മയങ്ങും ത്വാഹ റസൂലേ സലാം അബീടം വന്ന് തിരുമുമ്പീന്ന് ഒന്ന് സലാമോദാനും കൊതിയുണ്ടെന്നിൽ അന്ത്യദൂതര കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ അന്ത്യദൂതര കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മഹമൂദിൻ തിരു പാദം ചുംബിക യാ ഹബീബല്ലാഹ് യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ യാ റഹ്മാനാ واغفر لنا ما مضى يا واسع الكرم يا سبحانا الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الله سبحانه وتعالى رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ഹബ്ബ് കൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഖൽബുകളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. ആ മുത്തിനെ കുറിച്ച് പറഞ്ഞതും പാടിയതും കേട്ടതുമെല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. വല്ല അദബുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. വളരെ മനോഹരമായ ഈ ഒരു മജ്ലിസ് ഇവിടെ ഒരുക്കിയ പ്രത്യേകിച്ച് SKSF-ൻ്റെ വളർത്തെടുക്ക ശാഖയിലുള്ള കർമ്മധീരരായ ചെറുപ്പക്കാർ അള്ളാഹു അവരുടെ ജീവിതത്തിൽ മഈഷത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ.
ഈ നാടിനും ഈ മഹല്ലത്തിനും ഒരുപാട് കാലം സേവനം ചെയ്യാൻ ഇവിടുത്തെ നാട്ടിലത്തെ ചെറുപ്പക്കാർക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പരിപാടിയും വളരെ ഭംഗിയായി നടത്തുന്ന ഒരു ടീം വർക്കുള്ള ഒരു നാടാണ് പ്രത്യേകിച്ച് പള്ളത്തെടുക്ക. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസമാണെങ്കിലും മറ്റേത് സമയങ്ങളിലാണെങ്കിലും വളരെ ഭംഗിയായി നടത്തുന്ന ഒരു നാടാണ്. അള്ളാഹു എല്ലാം ഖൈറിലാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടുകാർക്കും ഇവിടുത്തെ സഹോദരിമാർ പ്രത്യേകിച്ച് ഒരുപാട് സമയമായി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാർ നമുക്ക് വേണ്ടി ഭക്ഷണം വെച്ച് തരുന്ന വിളമ്പിത്തരുന്ന പങ്ങന്മാർ സഹോദരിമാർ അള്ളാഹു അവർക്ക് ആഫിയത്തുൽ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുയുടെ വേദനകളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. എന്ത് വിഷമമുണ്ടെങ്കിലും ഒരു പനി വന്നാൽ പോലും അവർക്ക് ഭക്ഷണം മുടങ്ങില്ല. എല്ലാം കൃത്യസമയത്ത് നമുക്ക് ഭക്ഷണം വെച്ച് തരുന്ന നമ്മുടെ സഹോദരങ്ങൾ ഉമ്മമാർ അള്ളാഹു അവരുടെ എല്ലാ കാര്യങ്ങളും ഖൈറിലാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ഈ നാടിൻ്റെ ആത്മീയമായ നേതൃത്വം നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയായ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന നീർച്ചാലിലെ മുൻ ഖത്തീബും കൂടിയായ ഇപ്പോൾ നിങ്ങളുടെ നേതൃത്വം ബഹുമാനപ്പെട്ട താജുദ്ദീൻ ഫൈസി ഉസ്താദ്, അള്ളാഹു ഉസ്താദിൻ്റെ ദീർഘായുസ്സിനെ ആഫിയത്തിനെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ഉസ്താദ് എൻ്റെ ഇങ്ങനെ മദ്ഹ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാനൊന്നും ആളല്ല, എന്നെക്കാളും അറിവൊക്കെയുള്ള ഉസ്താദാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിൻ്റെ മഈശത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതേപോലെ ഉമർ ഉസ്താദാണെങ്കിലും അതിനേക്കാളും നല്ല ഉഷാറുള്ള എല്ലാം കൊണ്ടും ഉഷാറുള്ള ആൾക്കാർ നിങ്ങളുടെ മഹല്ലിൽ തന്നെ ഉണ്ട്. അള്ളാഹു ഉസ്താദന്മാരുടെ മഈശത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി കൊടുക്കട്ടെ. അതേപോലെ പള്ളത്തെടുക്കയിൽ ഒരുപാട് അറിയുന്ന മുഖങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഗഫൂർ ചക്കാടുണ്ട്, ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരാണ്. അതുപോലെ നമ്മളെ കണ്ണിയത്തിൽ തന്നെ ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് ആൾ, അതുപോലെ ഞാൻ പഠിപ്പിച്ച കണ്ണിയത്തിലെ ഒരുപാട് കുട്ടികൾ, ഷിബിൻ സാദ് അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ മുഖങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് അറിയുന്ന ആൾക്കാരെന്ന് പറയുകയാണ്. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ഈ മഹല്ലത്തിലേക്ക് വരുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിനാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിനാക്കി കൊടുക്കട്ടെ. അതേപോലെ തന്നെ എൻ്റെ മഹല്ലത്തിൽ നിന്നും മദ്ഹ് കേൾക്കാൻ വേണ്ടി 1-2 ആൾക്കാരെ കണ്ട് ഞാൻ ഇവിടെ പോയെന്ന്. അള്ളാഹുക്കെ കാര്യങ്ങൾ അള്ളാഹു റാഹത്തിനാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ദൂരനാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇഷ്കിൻ്റെ മജ്ലിസിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ മജ്ലിസ് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് എല്ലാവരും ഈ വിനീതന് ദുആയിൽ ഉൾപ്പെടുത്തണം. ദുആ വസിയത്തോടു കൂടി പ്രിയപ്പെട്ടവരെ, നമ്മുടെ സദസ്സിൻ്റെ അവസാനത്തിലേക്ക് കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ യുവാക്കളുടെ ഒരു കൂട്ടായ്മ നടത്തുന്ന പരിപാടിയാണ്. അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്കൊരു ബക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് നിങ്ങൾ കഴിയുന്നത്, നിങ്ങളിലുള്ള പുണ്യനബിയുടെ മദ്ഹ് പാടിയ പറഞ്ഞ സദസ്സിന് നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് അത് നിങ്ങൾ പരമാവധി നൽകിക്കൊണ്ട് ഇതിനോട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ആണുങ്ങൾ ഉസ്താദിൻ്റെ മുസാഫഹത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു ദുആ ഇവിടെ ചെയ്തിട്ട് നമുക്ക് പിരിയാം. എല്ലാവരും നമ്മുടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടിയ സദസ്സാണ്, പാടിയ ഉസ്താദാണ്. കാലങ്ങളായിട്ട് ബുർദ മജ്ലിസിനൊക്കെ നേതൃത്വം നൽകുന്ന ഉസ്താദാണ്. ആ ഒരു ആദരവ് ഉസ്താദിന് കൊടുത്തുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് എല്ലാവരും ഉസ്താദിൻ്റെ മുസാഫഹത്തിനക്ക് വേണ്ടി മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രയും പെട്ടെന്ന് ദുആ ചെയ്ത് നമ്മൾക്ക് പിരിയാം. ഇതിനു വേണ്ടി സഹകരിച്ച ആളുകൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ഇറക്കണം. നമ്മളിങ്ങനെ 3 നേരം സുഭിക്ഷമായി, 3ഉം 5ഉം നേരം സുഭിക്ഷമായി തിന്നുമ്പോൾ ഗസയിലെ, റഫയിലെ ഫലസ്തീനിലെ മക്കളൊക്കെ കാലങ്ങളായി 2 വർഷത്തോളമായി അവർ യുദ്ധമുഖത്താണ്. പട്ടിണി കിടന്നുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് മരിച്ചു വീഴുന്നത്. അവർക്കൊക്കെ വേണ്ടി പുണ്യനബിയെ പറഞ്ഞ ഈ സദസ്സിൽ നമുക്ക് ദുആ ചെയ്യണം. പ്രിയപ്പെട്ട സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, വളരെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ ഈ നാടിൻ്റെ തുടിപ്പായ പ്രിയപ്പെട്ട യുവാക്കൾക്ക് വേണ്ടി പുണ്യനബിയുടെ മദ്ഹ് പറയാനും പാടാനും ഇങ്ങനെ സദസ്സൊരുക്കിയ നമ്മുടെ യുവാക്കളെയൊക്കെ നമ്മൾ ദുആയിൽ ചേർക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടി ഒന്നരായ ഉസ്താദുമാർ ദുആ ഇറക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും
പെട്ടെന്നൊന്ന് സദസ്സിലേക്ക് പിന്നെ ചീരണി എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് സദസ്സിലേക്ക് കയറിയിരുന്നു കൊണ്ട് അശറക്ക നമുക്കൊന്ന് പാടിയിട്ട് നല്ല റാഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇൻഷാ അല്ലാഹ് നമ്മൾ അശറക്ക പാടാനാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് മുമ്പോട്ട് വന്നാൽ ഇൻഷാ അല്ലാഹ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പാടിയ വലിയ സദസ്സാണ്. എല്ലാവരും ഒന്ന് അടുത്ത് വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ബൈത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് പിരിയാം. കസാലെല്ലാം അടഞ്ഞിരുന്നോട്ട് ഇൻഷാ അല്ലാഹ് പഠിക്കേണ്ട ആടുണ്ടോ? കസാല കൊണ്ടുവരാരും ഇൻഷാ അല്ലാഹ് കുറച്ച് സമയത്ത് കുറേ നേരം ഇരിക്കുന്ന നമ്മൾ ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമ്മളെ പരിപാടി സമാപനം കുറിക്കാൻ പോവുകയാണ്. ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അശ്റക്ക ബൈത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ദുആയോട് കൂടി സമാപിക്കുന്ന പരിപാടി. അപ്പോൾ ആ പള്ളിയുടെ ആ മുൻവശത്തും റോഡ് സൈഡിലൊക്കെ ഉള്ള ആൾക്കാർ ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് വന്ന് നിൽക്കുക. അശ്റക്ക ബൈത്തും ദുആ മുസാബത്തൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് സ്വീകരണി കൊടുക്കുന്നത്. അപ്പോൾ പുറത്തുള്ള ആളെല്ലാവരും, കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇതിന്റെ അകത്ത് വന്ന് നിന്ന് സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടെ അറിയിക്കുകയാണ്. എല്ലാവരും വളരെ ആവശ്യത്തോടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒടിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് മഹാരഥന്മാരൊക്കെ പറയുന്നത് നമ്മൾ എന്തൊരു പ്രയാസഘട്ടങ്ങളിലും, എന്ത് പ്രയാസാകട്ടെ, എന്ത് വിഷമാണെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട പദം യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഈ ഒരു പദം നമ്മൾ ഏത് സമയത്ത് ചൊല്ലിയാലും ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മജ്ലിസിലേക്ക് കടന്നു വരുമെന്നാണ് മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നത്. ഉടനെ വരും, ഒരു സംശയമില്ല. ഈ ബൈത്ത് യാ നബി ഇസ്ലാം എന്ന ബൈത്തിന് ഒരുപാട് യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. كل من في الكون هام فيك يا باهي الجبين ولهم فيك غرام واشتياق وحنين. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم. في معانيك الأنام قد تبدت حائرين، أنت للرسل ختام، أنت للمولى شكور. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم. عبدك المسكين يرجو مرحبا، فضلك الجم الغفير مرحبا. فيك قد أحسنت ظني مرحبا، يا بشير يا نذير مرحبا. مرحبا يا نور عيني مرحبا. مرحبا جد الحسين مرحبا. مرحبا أهلا وسهلا مرحبا. مرحبا يا خير داعي مرحبا. فأغثني وأجرني
مرحبا يا مجير من السعير مرحبا يا غياثي يا ملاذي مرحبا في ملمات الأمور مرحبا مرحبا يا نور عيني مرحبا مرحبا جد الحسين مرحبا مرحبا أهلا وسهلا مرحبا مرحبا يا خير داعي مرحبا فاز عبد قد تملى مرحبا وانزلى عنه الهموم مرحبا فيك يا بدر تجلى مرحبا فلك الوصف الحسين مرحبا مرحبا يا نور عيني مرحبا مرحبا جد الحسين مرحبا مرحبا أهلا وسهلا مرحبا مرحبا يا خير داعي مرحبا 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 الله مرحبا يا نور عيني مرحبا 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 الله مرحبا جد الحسين مرحبا 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 الله ليس أزكى منك أصلا مرحبا 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 الله قد يا جد الحسين مرحبا 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 الله مرحبا يا نور عيني مرحبا 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 الله مرحبا جد الحسين مرحبا 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 الله فعليك الله صلى مرحبا 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 الله دائما طول الدهور مرحبا 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 الله مرحبا يا نور عيني مرحبا 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 الله مرحبا جد الحسين يا ولي الحسنات يا رفيع درجاتي الله يا سيدي يا رسول الله يا سندي يا حبيب الله كفيرا عني ذنوبي واغفرا لي سيئاتي الله يا سيدي يا رسول الله يا سندي يا حبيب الله أنت غفار الخطايا وذنوب الموبقات الله يا سيدي يا رسول الله يا سندي يا حبيب الله أنت ستار المساوي ومقيل
عثراتي الله يا سيدي سيدي يا رسول الله يا سندي يا حبيب الله عليم سري وأخفى مستجيب الدعواتي صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا لجميع الصالحات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا لجميع الصالحات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا لجميع الصالحات آمين 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 يا رب العالمين മക്കത്തോദിത്ത റസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ ഡഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള കാനിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صل على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين والحمد لله رب العالمين ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദുആക്ക് ഇജാബത്ത് ഉണ്ടാകാൻ വേണ്ടി മഹാന്മാരൊക്കെ പറയുന്നത് എന്തെങ്കിലും നമ്മൾ ഒരു നന്മ ചെയ്താൽ ആ നന്മയുടെ പ്രതിഫലം കൊണ്ട് ദുആഇനെ സ്വീകരിക്കുമെന്നാണ് മഹാന്മാരൊക്കെ പറയുന്നത്. പലരും പല നന്മകൾ മുൻനിർത്തി ദുആ ചെയ്ത ചരിത്രം നമുക്കറിയാം. ഗുഹയിൽ കുടുങ്ങിയ 3 ചെറുപ്പക്കാർ അവർ ചെയ്ത നന്മയെ മുൻനിർത്തി ദുആ ചെയ്തപ്പോൾ അള്ളാഹു ഉത്തരം കൊടുത്തു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ ചെറിയൊരു സ്വതക്ക എല്ലാവരും ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ ഒരു സ്വതക്ക ചെയ്തിട്ട് ഇൻഷാ നമുക്ക് ദുആയിലേക്ക് കടക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളും സ്വതക്കകളും അള്ളാഹു സ്വീകരിക്കട്ടെ. ഉള്ള ആൾക്കാർ ഇല്ലാത്ത ആർക്കും കൈതരാം, ഒരു പ്രശ്നമില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ മുസാഫഹത്ത് ചെയ്തിട്ട് ഇൻഷാ നമുക്ക് ദുആയിലേക്ക് കടക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഖത്തീബ് ഉസ്താദിൻ്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ്.
എല്ലാവരും ഉസ്താദിൻ്റെ കൈ മുഷാഫത്ത് ചെയ്യുക. എന്തെങ്കിലും സംഭാവന ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലാത്തവർ കൈ മുസാഫത്ത് ചെയ്തിട്ട് പോവുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു 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 അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ദുആക്ക് നേതൃത്വം നൽകും. ഇതുവരെ നല്ല നിലക്ക് വളരെ ഭംഗിയായ നിലക്ക് നമുക്ക് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ ഷരീഫിലേക്ക് നമ്മുടെ മനസ്സുകളെ കൊണ്ടെത്തിച്ച നിലക്കുള്ള ഇഷ്ക് മജ്ലിസിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഹസനുദ്ദവി ഉസ്താദ് അവറുകൾക്ക് എല്ലാവിധ ആശംസകളും നൽകുകയാണ്. അള്ളാഹു ഒരുപാട് വേദികളിൽ ഇത്തരത്തിലുള്ള ഇഷ്ക് മജ്ലിസ് അവതരിപ്പിക്കാൻ അള്ളാഹു ആഫിയത്തോടുകൂടെ ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ സന്തോഷങ്ങളും നേരുകയാണ്. ഉസ്താദ് അവറുകൾ ദുആക്ക് നേതൃത്വം നൽകുകയാണ്. അൽഹംദുലില്ലാ, വളരെ പ്രൗഢമായ നമ്മുടെ ഈ വേദി അരങ്ങൊഴുകയാണ്. അതിന് മുന്നോടിയായി ഒരു ചെറിയ ദുആ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. ദുആ ചെയ്യാൻ ഏറ്റവും ബന്ധപ്പെട്ട ആൾ നിങ്ങളെ ഉസ്താദാണ്. ഉസ്താദ് പിന്നെ ഇജാസത്ത് തന്നിട്ടാകുമ്പോൾ ഞാൻ മനുഷ്യ ദ്വാരക്കുന്നതെന്ന് മാത്രം. നമ്മൾ ചെറിയ മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മളെക്കാളും പ്രായത്തിലും പക്വതയിലൊക്കെ മുമ്പന്തിയിലുള്ളത് ഉസ്താദാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കാനും പറ്റില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഇൻഷാ അല്ലാഹ് ആമീൻ പറയുക. പ്രത്യേകിച്ച് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാടിപ്പറഞ്ഞ മജ്ലിസാണ്. നമ്മൾ ഇത്രയും നേരം എത്രയോ മണിക്കൂറുകളായി നമ്മളിങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു മുതൽക്കൂട്ടാണിത്. പ്രത്യേകിച്ച് ഇത് ഒരുക്കിയ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്ന ആ ചെറുപ്പക്കാരുടെ അതേ മാതൃക അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നാട്ടിലെ ചെറുപ്പക്കാരെ അള്ളാഹു ദീനിന് വേണ്ടി ഉപകരിക്കുന്ന ദീനീ ഖിദ്മത്തുകൾ ചെയ്യുന്ന നല്ല ചെറുപ്പക്കാരാക്കി തീർക്കട്ടെ. പ്രത്യേകിച്ച് ഇതിനുവേണ്ടി ഓടിപ്പാൻ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജോലി തിരക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ വേദിയൊക്കെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മഈശത്തിലും അവരുടെ ജോലിയിലും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ഈ നാട്ടിൽ നല്ലവരായ നാട്ടുകാർ, ഉമ്മപ്പങ്ങന്മാർ, സഹോദരിമാർ എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, ഭക്ഷണമല്ലോ ചെറുപ്പക്കാരനല്ലേ, അല്ല മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. റഹ്മാൻ, അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല റബ്ബേ, അവരെ നീ കൈയൊടിയല്ല അല്ലാഹ്. അല്ലാഹുവേ, ഗസയിലും ഫലസ്തീനിലും നീ സമാധാനം പുനഃസ്ഥാപിക്കണം റബ്ബേ. ശത്രുക്കളെ നീ ഛിന്ന ഭിന്നമാക്കണേ അല്ലാ. ഇസ്രായേലിന്റെ സൈന്യത്തെ നീ ഛിന്ന ഭിന്നമാക്കണേ അല്ലാ. ജൂത പരീക്ഷകളെ റബ്ബേ നീ നിരം പരീക്ഷാക്കണേ റഹ്മാൻ. കണക്ക് കൂട്ടി തെറ്റിക്കണേ റബ്ബേ. റബ്ബേ അല്ലാഹുമ്മ ലാ തുബല്ലിഗ്ഹുമുൽ അമാൽ
اللهم لا تبلغهم الآمال اللهم لا تبلغهم الآمال റബ്ബേ നീ സമാധാനം നൽകണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിനെ ഐക്യത്തിലാക്കണേ റഹ്മാനെ. രാഷ്ട്രത്തലവന്മാർക്ക് റബ്ബേ നീ സൽബുദ്ധി പ്രദാനം ചെയ്യണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أصلح أمة سيدنا محمد صلى الله اللهم فرج عن أمة سيدنا محمد صلى الله عليه وسلم. اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم. പ്രത്യേകിച്ച് ഈ സൗണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓപ്പറേറ്റർ ചെയ്യുന്ന ആളുകൾ റബ്ബേ അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഇതിൻ്റെ വീഡിയോ ചെയ്യുന്ന ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട് ലൈറ്റിങ്സും ഫിറ്റിങ്സും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇതിനു വേണ്ടി സംഭാവന നൽകിയവർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم وادخلنا الجنة مع الأبرار آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. دي أول മൈദരായി പാടച്ചു വെച്ച മുഹമ്മദ. ബദറിലും ബദർ ലംഘിടുന്നോര് കാണുവാൻ വിധി ഏകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു യാ ഹബീബല്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ വാഗ്മിയും പ്രാസംഗികനും കൂടിയായ ബഹുമാനപ്പെട്ട സറാദ്ദീൻ ഖാസിം ഉസ്താദ് റബ്ബേ ഉസ്താദിന് ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. പരിപൂർണ ആഫിയത്തോടെ ഉമ്മത്തിന് ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്യാനും പ്രസംഗിക്കാനും തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാ സിഹറുകളും നീ ബാത്തിലാക്കണേ റഹ്മാനെ. കണ്ണേറുകളൊത്തിട്ട് നീ കാക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു യാ ഹബീബല്ലാഹ്. മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നു രത്തോരാണെൻ്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. വസല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ വഅലാ മലായികത്തില്ലാഹിൽ മുഖറബീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസല്ലാഹു അന്നാ നബിയനാ സയ്യിദനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ ബിമാ ഹുവ അഹ്ലു. ജസല്ലാഹു അന്നാ നബിയനാ സയ്യിദനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ ബിമാ ഹുവ അഹ്ലു. ജസല്ലാഹു അന്നാ നബിയനാ സയ്യിദനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ ബിമാ ഹുവ അഹ്ലു. ജസാകുമുല്ലാഹു അന്നാ വഅലൽ മുസ്ലിമീന ഖൈറാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.